ഈ ജനറേഷനുള്ള മാതാപിതാക്കളോട് പറയാനായിട്ടുള്ളത്, നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത് ഒരു പക്ഷേ അവരുടെ കാരണവന്മാരിൽ നിന്ന് തന്നെയാണ്. ചിലരെ നിത്യരോഗിയാക്കി തീർക്കാം, ചിലരെ മാനസിക രോഗികളാക്കാം, ചിലരെ ശാരീരികം പോലെ മനസ്സിൽ ഈ സങ്കടങ്ങൾ പൊന്തിച്ചു വരിക, ഒന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് കരയുക, അവരെ യൂസ്ലെസ് ആക്കി കളയാവുന്ന വിധത്തിലുള്ള സിറ്റുവേഷൻസ്. ചൈൽഡ്ഹുഡ് ട്രോമ എങ്ങനെയൊക്കെയാണ് പിൽക്കാലത്തേക്ക് ജീവിതത്തിൽ ബാധിക്കുന്നതെന്ന് പറയാനേ കഴിയില്ല. ചിലരെ നിത്യരോഗിയാക്കി തീർക്കാം, ചിലരെ മാനസിക രോഗികളാക്കാം, ചിലരെ ശാരീരികമായുള്ള അസുഖങ്ങൾ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്ന കണ്ടീഷൻസിലെത്താം. അതേപോലെ തന്നെ അവരെ ഒന്നിനും കൊള്ളത്തില്ലാത്തവരാക്കി മാറ്റാം. എപ്പോഴും എല്ലായ്പ്പോഴും എന്നതുപോലെ മനസ്സിൽ ഈ സങ്കടങ്ങൾ പൊന്തിച്ചു വരിക, ഒന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് കരയുക, ഒരു സ്ഥലം വരെ തനിയെ യാത്ര ചെയ്യാൻ കഴിയാതെ വരിക, ഇങ്ങനത്തെയൊക്കെ അവരെ യൂസ്ലെസ് ആക്കി കളയാവുന്ന വിധത്തിലുള്ള സിറ്റുവേഷൻസിലേക്ക് പിൽക്കാലത്ത് ജീവിതത്തിൽ എത്തിക്കാവുന്നതാണ് ചൈൽഡ്ഹുഡ് ട്രോമ. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ട്രോമ എങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നുള്ളതാണ്. അതിലാദ്യം എനിക്ക് ഈ ജനറേഷനുള്ള മാതാപിതാക്കളോട് പറയാനായിട്ടുള്ളത്, നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത് ഒരു പക്ഷേ അവരുടെ കാരണവന്മാരിൽ നിന്ന് തന്നെയാണ്. അതായത് ഒരു അമ്മ കുഞ്ഞിനോട് പറയുന്നു, അത് ഈ ജനറേഷനിൽ നിർത്താവുന്നതാണ്. അതായത് നിന്നെ ഒന്നിനും കൊള്ളില്ല, ചുക്കിനും ചുണ്ണാമ്പിനും നിന്നെ കൊള്ളില്ല, ഭൂമിക്ക് ഭാരവും അരിക്ക് ചിലവുമാണ്, അല്ലെങ്കിൽ ഒരു കാലത്ത് നീ പഠിച്ച് രക്ഷപ്പെടാൻ പോകുന്നില്ല, നീ ഉണ്ടായതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്ര കഷ്ടങ്ങൾ വന്നത്, നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ജോലി ചെയ്ത് വലിയൊരു സ്ഥാനത്തെത്തിയേനെ. ഇങ്ങനെയുള്ള നമ്മളുടെ ഇമോഷൻസ്, നിങ്ങളുടേതായ ഇമോഷൻസ് എക്സിബിറ്റ് ചെയ്യാനും ആ ആങ്കറിനെ തീർക്കാനും വേണ്ടി കുഞ്ഞുങ്ങളോട് പറയുന്ന വാക്കുകൾ പലപ്പോഴും അത് ഉള്ളിൽ ഒരു ഇരുമ്പാണിയായി തന്നെ തിറച്ച് കിടക്കും. ആണി അവിടെ ഇരുന്ന് ബ്ലീഡ് ചെയ്യുകയും വ്രണപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് കുഞ്ഞല്ലേ, അത് മറന്നു പോകും എന്നാണ്. ഈ സിറ്റുവേഷൻസ് ഒന്ന് റിസംബിൾ ചെയ്ത് നോക്കൂ. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ അമ്മയിൽ നിന്നോ നിങ്ങളുടെ അച്ഛനിൽ നിന്നോ കേട്ട വാക്കുകളായിരിക്കും നിങ്ങളും അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഡിറ്റാച്ച്മെൻറ്റിന് കാരണങ്ങൾ തന്നെയാണ്. പലപ്പോഴും ഡിറ്റാച്ച്ഡ് ആയില്ല എങ്കിൽ പോലും ആ കുഞ്ഞുങ്ങൾ ദിനംപ്രതി ഇതോർത്ത് വേദനിക്കുന്നുണ്ടാകാം. ഓരോ സിറ്റുവേഷൻസിലും ഇത് പൊങ്ങി വരുന്നുണ്ടാവാം. ഇനി ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ചില ട്രോമകളുണ്ട്. അതായത് മൃഗങ്ങൾ കുട്ടികളായിരിക്കുമ്പം ഓടിക്കുന്നത് നിങ്ങൾക്കും പലർക്കും അനുഭവം ഉണ്ടാവുന്നതാണ്. പട്ടി ഓടിക്കുക, ആനയെ കണ്ട് പേടിക്കുക, അതേപോലെ വെള്ളത്തിൽ വീഴുക, ബന്ധുക്കളിൽ ആരെങ്കിലും മൊളാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ രക്തബന്ധത്തിലുള്ളവർ ഉപദ്രവിക്കുക, ഇത്തരം കാര്യങ്ങൾ പിൽക്കാലം അവരിലേക്ക് ഡിസീസായി തന്നെ പരിണമിക്കുന്നത് കാണാൻ കഴിയും. പിന്നീട് മറ്റൊന്ന്, അതായത് നിനക്ക് സൗന്ദര്യമില്ല, നിനക്ക് കളറില്ല എന്ന് പറയുക. സൗന്ദര്യം എന്നത് കളറിൻ്റെ ആസ്പെക്റ്റിലല്ല, ഉള്ളിൽ നിന്ന് വരുന്ന നമ്മളുടെ ആത്മാവിൻ്റെ ഭാവം തന്നെയാണ് സൗന്ദര്യം. അത് സ്കിന്നിൻ്റെ കളറിലോ അല്ലെങ്കിൽ മുടിയുടെ അഴകിലോ അല്ലെങ്കിൽ നീളത്തിലോ പൊക്കത്തിലോ വണ്ണത്തിലോ ഒന്നുമല്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുക. ഓവറായിട്ട് കഴിക്കുന്നു, അല്ലെ ബന്ധുക്കൾ വരുമ്പം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ കഴിക്കരുത് എന്ന് പറയുക. അപ്പോൾ ബന്ധു വീട്ടിൽ പോയി കഴിച്ചതിന് തല്ലുക. അതായത് അവരുടെ ഈറ്റിംഗ് ഡിസോർഡർ ആവാം. അത് ഡിസോർഡർ ആണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ കഴിക്കുന്നത് എന്ന്. ഇപ്പം ഇത്തരം ശാസനകൾ എൻ്റെ കുഞ്ഞാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പിൽക്കാലത്ത് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളയുന്ന ട്രോമകളിലേക്കും അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരികയും അവർക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരിക. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് ഞാൻ എന്നെ അംഗീകരിക്കലാണ്, നിങ്ങൾ എന്നെ അംഗീകരിക്കലല്ല. അപ്പോൾ എനിക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റാതെ വന്നാൽ ആരാണ് എന്നെ അംഗീകരിക്കുന്നത്? അപ്പോൾ ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ അമ്മ കുഞ്ഞിനെ ആദ്യം അംഗീകരിക്കുന്നു. എന്ത് കുറവുകളും ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രതിസന്ധികളും ഉള്ള കുഞ്ഞായിക്കൊള്ളട്ടെ, അത് നിങ്ങളുടെ കുഞ്ഞാണ്. അല്ലെങ്കിൽ അവൾക്ക് ബിഹേവിയറൽ ഡിസോർഡർ ആകാം, അവളുടെ എത്ര പഠിപ്പിച്ചാലും മനസ്സിലാകത്തില്ലാത്ത മാനസിക പ്രശ്നങ്ങളാവാം, അല്ലെ ബുദ്ധിപരമായ പ്രശ്നങ്ങളാകാം. പക്ഷേ എന്നാലും ഒന്നോർക്കൂ, നിങ്ങൾ എത്ര പറഞ്ഞാലും ഈ ഒരു ബിഹേവിയർ അവരെ കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അവരിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ പരിഹരിക്കുക. പിന്നെ
ഒരിക്കൽ ഇങ്ങനൊന്ന് വഴക്ക് പറഞ്ഞു, ശകാരിച്ചു, അതുകൊണ്ട് ആ കുഞ്ഞിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വീണ്ടും മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് നമ്മൾ അവരെ ശകാരിച്ച് ഒതുക്കി നിർത്തുമ്പം ഇല്ലാണ്ടായിത്തീരുന്നത് ആ കുഞ്ഞിനോടുള്ള സ്നേഹവും അംഗീകാരവും അവളിലെ ആത്മാഭിമാനവും അല്ലെങ്കിൽ അവനിലെ കോൺഫിഡൻസുമാണ്. അപ്പോൾ നമ്മളുടെ കുഞ്ഞിന് ഉള്ളിൽ ഒരു കനലിട്ട് കൊടുത്ത് ഉള്ളിൽ നിന്ന് വേവിച്ച് അവരെ ഇല്ലാണ്ടാക്കാതിരിക്കുക. പഴയ ജനറേഷനിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ മോശം വാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ അവർക്കറിയാവുന്ന അന്നത്തെ ഏറ്റവും വലിയ ശരിയാണ്. അവരുടെ കാരണവന്മാർ അവരെ വളർത്തിയ ശരിയാണ്, അല്ലേ? അല്ലാതെ അവർക്ക് ശരിയെന്ന് തോന്നിയത് അത് ചെയ്തു. നമ്മൾക്കായിട്ട് അടുത്ത ജനറേഷനിലോട് ഇത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അവിടെ തീരും ഈ കുത്തുവാക്കിൻ്റെ വേദന, അവളെ ഇല്ലാതാക്കാൻ പറ്റുന്ന വേദന. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മൾക്ക് വന്നത് എന്താണോ ആ പെയിനിനെ അവിടെ തടഞ്ഞു നിർത്തി അതിനെ ഹീൽ ചെയ്ത് കളയുക. നിങ്ങൾ ഇപ്പം 100 വയസ്സായാലും ഇത് ഹീൽ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളുണ്ട്, അത് എടുക്കുക. അതിന് പകരം ഈ കുത്തൽ അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കാതിരിക്കും. അപ്പോൾ പാസ് ഓൺ ചെയ്യേണ്ട ബാറ്റൺ അല്ല ഈ കുത്തുവാക്കുകൾ എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ അവർക്ക് ശരിയെന്ന് തോന്നിയത് അവർ ചെയ്തു, നമ്മളത് ചെയ്യാതിരിക്കുക.